പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതി ഹോസ്റ്റലിലെത്തിയ ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയനോട് ചെയ്ത എല്ലാ കാര്യത്തെക്കുറിച്ചും ഞാൻ എന്തുമാത്രം അധികം തെറ്റിദ്ധരിച്ചു പ്രിയനെ, ഞാൻ എന്തെല്ലാമാണ് പ്രിയനെതിരെ ചെയ്തത് എന്നുള്ള കുറ്റബോധത്തോടു കൂടി പൊട്ടിക്കരയുകയാണ്. ആ സമയത്താണ് അവിടേക്ക് ഐഷയും ജെന്നിഫറും ഇരയും കൂടി വരുന്നത്. എന്നിട്ട് പാർവതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്താ പാർവതി ഇനി ഭക്ഷണം കഴിക്കാൻ വരാത്തത്? നിന്നെ ഇത്രയും നേരം ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയായിരുന്നു, നീ എന്താ വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി അങ്ങ് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ഐഷ ചോദിക്കുകയാണ്, എന്ത് പറ്റി പാർവതി, നീ ഗന്ധർവനെ ആലോചിച്ചിരിക്കുകയാണോ? എന്താ ഗന്ധർവ ഇന്ന് എന്തെങ്കിലും സമ്മാനം നിനക്ക് അയച്ചു തന്നോ എന്നൊക്കെ ചോദിച്ചു ഒന്ന് ചെറുതായിട്ട് ഐഷ കളിയാക്കാൻ കേട്ടോ. അപ്പോഴൊക്കെ പാർവതി പൊട്ടിക്കരയുന്ന സമയത്ത് ജെന്നിഫർ ചോദിക്കുകയാണ്, എന്ത് പറ്റി പാർവതി നിനക്ക്, എന്താ ഐഷ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു എന്ന് പറയട്ടോ. തെറ്റോ? നീ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് മീര ചോദിക്കുമ്പോൾ ഞാനന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ ആ പ്രിയനെ കുറിച്ച്, പ്രിയനാണ് ഗാർമെൻറ്റ്സിൽ പെണ്ണുങ്ങളുടെ വീഡിയോസ് എടുത്തു എന്നൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് അയാളെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചില്ലേ, അതിന് എന്നൊക്കെ ചോദിക്കാട്ടോ. അതിന് അയാളല്ല ഈ തെറ്റ് ചെയ്തത്, ഞങ്ങൾ കമ്പനിയിൽ കരുണാകരൻ്റെ ഒപ്പം നടക്കുന്ന ആ രഘുവാണ് ഈ തെറ്റുകളെല്ലാം ചെയ്തത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഐഷയും ജെന്നിഫറും മീരയൊക്കെ അങ്ങ് ഞെട്ടിപ്പോട്ടെ. എന്താ പാറു നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ പ്രിയനെ തെറ്റിദ്ധരിച്ചതായിരുന്നു. അപ്പോൾ ഈ സത്യം ഇപ്പോൾ എങ്ങനെയാണ് നീ അറിഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയൻ തന്നെയാണ്, രഘുവാണ് ഇതൊക്കെ ചെയ്തത് എന്ന് കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞ് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും പാർവതി അവരോട് അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടുകയാണ്. എന്നിട്ട് പാർവതി പൊട്ടിക്കരഞ്ഞോണ്ട് പറയണ, ഞാൻ പ്രിയനെ ആദ്യം മുതൽ കണ്ട മുതലേ തന്നെ ഞാൻ പ്രിയനെ വെറുതെ തെറ്റിദ്ധരിച്ച് ഓരോ കാരണത്താൽ അവനെ സംശയിക്കുകയായിരുന്നു. അന്ന് പോലീസ് എന്നോട് ചോദിച്ചതാണ്, പ്രിയൻ ഈ വീഡിയോ വെക്കുന്നത്, ഈ മൊബൈൽ വെക്കുന്നത് നീ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രഘുവാണ് എന്നോട് പറഞ്ഞത്, അവൻ നല്ലവനെ പോലെ അഭിനയിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞത്, നീ വീഡിയോ വെക്കുന്നത്, ഈ മൊബൈൽ വെക്കുന്നത് നീ കണ്ടു എന്നങ്ങ് കള്ളം പറയേ, അല്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടും എന്നൊക്കെ പറഞ്ഞ് അവൻ എൻ്റെ മനസ്സിനെ പോലും അവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പാർവതി പൊട്ടിക്കരയുന്നത്. ഞാനും അവൻ്റെ വാക്ക് കേട്ട് തെറ്റ് ചെയ്തില്ലേ, ഞാൻ കാരണം ആ പ്രിയൻ എന്തുമാത്രം അധികം അപമാനവും വേദനയുമാണ് സഹിച്ചത്. ഞാൻ ഓരോ തവണയും അയാളെ കാണുമ്പോഴും ഞാൻ ഓരോ വാക്കുകൾ പറഞ്ഞ് അയാളുടെ മനസ്സിൽ കുത്തി നോവിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്നോട് കൈലാസ് സാറും കമ്പനിയിലെ സ്റ്റാഫുകളും ഭൂമിക മേഡവും സെക്യൂരിറ്റി ഏട്ടനും അങ്ങനെ എല്ലാവരും എന്നോട് പറഞ്ഞതാണ് ഒരിക്കലും പ്രിയൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ എൻ്റെ ഈ കെട്ട ബുദ്ധിക്ക് അങ്ങനെ തോന്നിയില്ല. ഞാൻ കാരണം പ്രിയന് എത്ര നാണക്കേടും വേദനയുമാണ് ലഭിച്ചത് എന്ന് ഓർത്ത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ചെയ്ത പ്രവൃത്തിക്ക് ശരിക്കും എന്നോട് പ്രിയൻ അടിക്കുകയാണ് വേണ്ടത്. എന്നെ അടിച്ചാൽ പോലും ആരും ഒന്നും ചോദിക്കില്ല. പക്ഷേ അങ്ങനെയല്ല പ്രിയൻ ചെയ്തത്. പ്രിയൻ എന്നോട് ഒരു വാക്ക് പോലും ഇതുവരെയും ഒന്ന് പറയുകയോ എന്നെ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ അതൊക്കെയാണ് ഓർത്ത് എനിക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല എന്നും പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ജെന്നിഫർ ചോദിക്കുകയാണ്, അല്ല ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്നെ പ്രിയൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നോട് ഒരു അക്ഷരം പോലും ഒന്നും പറയുകയോ എന്നോട് പെരുമാറുകയോ എന്നെ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തുവരെയും ചെയ്തിട്ടില്ല. എന്നെ കമ്പനിയിലെ എല്ലാവരും എന്നെ ഒരുപാട് പറയാറുണ്ട്, നീ വെറുതെ പ്രിയനെ തെറ്റിദ്ധരിക്കുകയാണെന്ന് പറഞ്ഞ് എന്നോട് ജയന്തി ചേച്ചിയും സൗസവും മോഹനും ചേട്ടനും ഒക്കെ ഓരോന്ന് പറയാറുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പ്രിയൻ പറയാറുള്ളത്, പാർവതിയോട് നിങ്ങൾ ദേഷ്യപ്പെടേണ്ട, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവൾ പാർവതിയെ നിങ്ങൾ ഒറ്റപ്പെടുത്തുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യരുത് എന്നാണ് എപ്പോഴും പ്രിയൻ പറയാറുള്ളത്. ഞാൻ ചെയ്ത ഈ പ്രവൃത്തി കാരണം എൻ്റെ തലയിൽ നിന്നും ഈ മഹാപാപം ഒരിക്കലും വിട്ടുപോവില്ല എന്ന് പറഞ്ഞ് കരയുന്ന സമയത്ത് ഐഷ പറയാണ്, നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കല്ലേ പാർവതി, നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, നീ വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ലേ, അതുകൊണ്ടല്ലേ, അതിന് നീ ഇങ്ങനെ വിഷമിക്കല്ലേ എന്ന് പറയുമ്പോൾ ജെന്നിഫർ പറയണം, അത് ശരിയാണ് പാർവതി, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നീ പ്രിയൻ്റെ അമ്മ ഇവിടെ വന്ന് ഹോസ്റ്റലിൽ വന്ന് നിന്നെ അടിച്ചിട്ട് പോയതൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രിയൻ്റെ അമ്മ ഇവിടെ വന്ന് അടിച്ചു പോയ സമയത്ത് എൻ്റെ മനസ്സും ഒരുപാട് വേദനിച്ചതല്ലേ? ആ സമയത്ത് പ്രിയൻ്റെ അമ്മ അടിച്ചപ്പോഴും നീ അവരുടെ ഭാഗം നിന്നല്ലേ സംസാരിച്ചത്, ആ അമ്മ ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നൊക്കെയല്ലേ നീ അപ്പോഴും പറഞ്ഞത്. പിന്നെ നീ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്. അന്ന് നീ കമ്പനിയിൽ ഇതുപോലെ ഒരു വീഡിയോ എടുക്കുന്ന കാര്യം നീ അറിഞ്ഞത് കൊണ്ടല്ലേ ഇപ്പോൾ രഘുവിനെ പോലെയുള്ള അവനെ വൃത്തികെട്ടവനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യേ, നാളെ തന്നെ കമ്പനിയിൽ പോയിട്ട് പ്രിയനെ കണ്ട് സംസാരിച്ച് ഒരു സോറി പറഞ്ഞേക്ക് എന്ന് പറയുമ്പോൾ പാർവതി പറയണേ, ഇത്രയൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ട് ഞാൻ പ്രിയൻ്റെ അടുത്ത് പോയിട്ട് ഒരു സോറി പറഞ്ഞാൽ അയാൾ നേരിട്ട എല്ലാ പ്രശ്നവും വേദനയും അതോടുകൂടി അവസാനിക്കുമോ ജെന്നിഫറെ? ഇല്ല, ഒരിക്കലുമില്ല. അനുഭവിച്ചവർക്കല്ലേ അതിൻ്റെ വേദനയറിയുള്ളൂ. പ്രിയൻ്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കള്ളമൊഴി കൊടുത്ത എന്നെ തന്നെ ഞാൻ വെട്ടിക്കൊന്നേനെ. പക്ഷേ ആ അമ്മ ഒരു പാവമായത് കൊണ്ടേ അല്ലേ എന്നെ അടിക്ക് മാത്രമല്ലേ അവർ ചെയ്തുള്ളൂ. അപ്പോൾ മീര പറയണേ, പാർവതി ഇനി ഇത് വിട്ടേക്ക്, ഇനി ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ച് വെറുതെ
വെറുതെ മനസ്സ് വേദനിപ്പിക്കേണ്ട, നീ അത് മറന്നേക്ക് എന്ന് പറയുമ്പോൾ ഇല്ല, എന്നെക്കൊണ്ട് അത് കഴിയില്ല. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതും ഈ ജോലി എനിക്ക് ലഭിച്ചതും അതെല്ലാം അവർ ചെയ്തു തന്ന പിച്ചയല്ലേ. നിങ്ങളെ പോലെയുള്ള നല്ല ഫ്രണ്ട്സുകളെ എനിക്ക് കിട്ടിയതും എല്ലാം അവർ കാരണമല്ലേ. അവരല്ലേ എനിക്ക് ഈ ജോലി തന്നത്. എന്നെ ഈ ജോലിയിലെടുത്തത് എല്ലാം തന്നെ പ്രിയനല്ലേ എന്ന് പറഞ്ഞ് പാർവതി പൊട്ടിക്കരയുന്ന സമയത്ത് ഐഷ പറയണേ, നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ പാർവതി. ഏതായാലും നടന്നത് നടന്നു. ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കാനൊന്നും കഴിയില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യും, നാളെ കമ്പനിയിൽ പോയിട്ട് എന്തായാലും പ്രിയനെ കണ്ടെന്ന് സംസാരിച്ച് ഒരു സോറി പറഞ്ഞേക്ക്. ഞാൻ അങ്ങനെ സോറി പറഞ്ഞാൽ എന്നോട് ക്ഷമിക്കുമോ പ്രിയൻ എന്ന് ചോദിക്കുമ്പോൾ മീര പറയണേ, അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ, നീ പറഞ്ഞിടത്തോളം വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നിന്റെ വെറും തെറ്റിദ്ധാരണയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, ആ പ്രിയന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിന്നോട് ക്ഷമിക്കാനാണ് സാധ്യത എന്ന് പറയട്ടെ. അത് കേട്ടപ്പോൾ പാർവതിക്ക് ചെറിയൊരു ആശ്വാസം വരികയാണ്. പിന്നീട് പ്രിയന്റെ വീട്ടിൽ പ്രിയന്റെ അമ്മ എല്ലാ കാര്യവും അറിഞ്ഞതോടുകൂടി ദേഷ്യപ്പെട്ടിട്ട് ഇപ്പം തന്നെ ഹോസ്റ്റലിലേക്ക് എനിക്ക് പോകണം, എന്നിട്ട് അവളെ കണ്ട് രണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ദർശനയെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രിയൻ അങ്ങ് തടയുകയാണ്. അമ്മ എന്തിനാണ് ഇപ്പോൾ എടുത്തു ചാടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മയ്ക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ കാരണം നീ എത്രമാത്രം അധികം നാണക്കേടും വേദനയുമാണ് അനുഭവിച്ചത്. അവളല്ലേ പറഞ്ഞത്, അവൾ കണ്ടു, അവൾ നേരിട്ട് കണ്ടു നീ വീഡിയോ എടുക്കുന്നതും നീ വീഡിയോ വെക്കുന്നതും എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് നിന്നെ എത്രമാത്രം അധികം ഉപദ്രവിച്ചു. അവളോട് ഞാൻ ക്ഷമിക്കില്ല, എനിക്ക് അവളെ കണ്ട് രണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പ്രിയൻ്റെ അമ്മ അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് അമ്മ ഒന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കമ്മേ, അമ്മയോട് ആരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ദർശനയോട് പ്രിയൻ ചോദിക്കുക, നീയാണോടി അമ്മയോട് ഇക്കാര്യം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഞാനൊന്നുമല്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയട്ടോ. അപ്പോൾ പ്രിയൻ്റെ അമ്മ പറയണേ, എന്താ എനിക്ക് ഇതൊന്നും അറിയാൻ കഴിയില്ല എന്നാണോ നീ കരുതിയത്? നീ പറഞ്ഞില്ലെങ്കിലും നിൻ്റെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യവും ഞാൻ അപ്പൾക്കപ്പളെ അറിയുന്നുണ്ട് എന്ന് പറയട്ടോ. എന്നോട് മോഹനെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞു എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്, അത് ശരി, അവൻ്റെ പണിയാണല്ലേ, അവനെ നാളെ ഞാനൊന്ന് കാണുന്നുണ്ട്, അവനിട്ട് ഞാൻ രണ്ട് പൊട്ടിക്കുന്നുണ്ട് എന്നൊക്കെ പ്രിയ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് വീണ്ടും പ്രിയൻ്റെ അമ്മ ദേഷ്യപ്പെട്ട് പോവാൻ നിൽക്കുന്ന സമയത്ത് അമ്മ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കുക, ഇത്തവണത്തേക്ക് ക്ഷമിക്കുക. അവൾ ഒരുപാട് കുറ്റബോധമുണ്ട്, ഇപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈ ജോലി വേണ്ട എന്ന് വെച്ച് അവളുടെ നാട്ടിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ അവൾ പോയിക്കോട്ടെ, അതിനെന്താ, അവൾ നിന്നോട് ചെയ്ത ദ്രോഹത്തിനെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമ്മ അവളെ പോയിട്ട് അടിച്ചതല്ലേ അമ്മ, ഹോസ്റ്റലിൽ പോയി അവളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അടിച്ചതല്ലേ, അതുപോലെ അമ്മ ഇത്തവണത്തേക്ക് എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് പ്രിയൻ അങ്ങ് സോപ്പിടുകയാണ് കേട്ടോ. അതോടുകൂടി അമ്മ അങ്ങ് തണുക്കുകയാണ്. ആ ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നു, നിന്നെ ഓർത്ത് മാത്രമാണ് ഇപ്പോൾ ഞാൻ അവിടേക്ക് പോവാതിരിക്കുന്നത് എന്നും പറഞ്ഞ് ദർശനയും കൂട്ടി അമ്മ അകത്തേക്ക് കയറി പോവാട്ടോ. അപ്പോൾ പ്രിയനൊന്ന് മനസ്സിലേക്ക് ആശ്വസിക്കുകയാണ്. അമ്മ എങ്ങാനും ഇപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കിയാൽ വീണ്ടും അത് പാർവതിക്ക് വല്ലാത്തൊരു ഷോക്കായേനെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാട്ടോ. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കമ്പനിയിലെത്തുകയാണ്. അപ്പോൾ പ്രിയനെ തന്നെ കാത്തു നിൽക്കുകയാണ് കേട്ടോ പാർവതി. അപ്പോൾ സൗസവും ജയന്തിയും മോഹനെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അവർ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരൊന്ന് കളിയാക്കിയിട്ട് ആരെയാണ് നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കട്ടെ. അല്ല ആ പ്രിയൻ സാർ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണാവോ നീ ഇന്ന് പ്രിയനെ കാത്തു നിൽക്കുന്നത് എന്ന് മോഹനൻ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാണ്? നീ ഇന്നലെ രാത്രിയിലിരുന്ന് ആലോചിച്ച് കൂട്ടിയോ പ്രിയനെ എങ്ങനെയാണ് ഇനി കുറ്റപ്പെടുത്തേണ്ടത് എന്ന്? അതിന് വേണ്ടിയിട്ടാണോ, അവനെ ബുദ്ധിമുട്ടിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോഹൻ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ചെയ്തു പോയ തെറ്റിന് എനിക്ക് സോറി പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പ്രിയൻ്റെ വരവ്. അങ്ങനെ പ്രിയനെ കണ്ടതോടുകൂടി പാർവതി അങ്ങ് കണ്ണെടുക്കാതെ തന്നെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രിയനും പാർവതിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പ്രിയൻ കാണാത്ത മട്ടിൽ അങ്ങ് വരികയാണ് കേട്ടോ. എന്താ എല്ലാവരും ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് ജോലി ബാക്കിയുണ്ട്, എത്രയും പെട്ടെന്ന് പോയി ഓരോരുത്തരുടെ ജോലി ചെയ്യാൻ നോക്ക്, ഓരോരുത്തരും ഇന്ന് 3 പീസെങ്കിലും അധികം തയ്ച്ചു തരണം എന്ന് പറഞ്ഞ് പ്രിയൻ അവരോടൊക്കെ അങ്ങ് സംസാരിക്കാണ്ട്. അപ്പോഴും പാർവതിയെ കണ്ടതുപോലും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ പാർവതി വീണ്ടും ഇങ്ങനെ പ്രിയനോട് സംസാരിക്കാൻ വേണ്ടി കാത്തു നിൽക്കാണ്ട്, പക്ഷേ പ്രിയൻ കാണാത്തതുപോലെ നിൽക്കുകയാണ്. അങ്ങനെ മോഹനനും സൗസവും ജയന്തിയൊക്കെ മനസ്സിൽ ചിന്തിക്കുക, ഇതെന്താ പതിവില്ലാതെ പ്രിയൻ ഇന്ന് ഇങ്ങനെ പറയുന്നത്, ഇതെന്ത് പറ്റി എന്നൊക്കെ അവർ ചിന്തിച്ചുകൊണ്ട് ജോലിയിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി വീണ്ടും പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴൊക്കെ പ്രിയൻ ഒന്നും കാണാത്ത പാവത്തിൽ അങ്ങ് പോവാട്ടോ. അപ്പോൾ ജയന്തി പറയണേ, നിനക്ക് അവനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നീ പോയി സംസാരിക്കുക, നിൻ്റെ മനസ്സിലുള്ള ആ ഒരു വേദന അങ്ങ് ഇല്ലാതാകുമല്ലോ, നീ പോയി സംസാരിച്ചോ പാർവതിയെ എന്ന് പറഞ്ഞ് പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ എന്താണ് വിളിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, നീ എന്താണോ വിളിക്കുന്നത് അത് വിളിച്ച്, ഞാൻ പ്രിയൻ ചേട്ടാ എന്ന് വിളിച്ചാൽ അത് തെറ്റാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ വിളിക്ക്, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് ജയന്തി പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ പാർവതി അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴൊക്കെ പ്രിയൻ മൈൻഡ് ചെയ്യാതെ പോകുന്ന സമയത്ത് പ്രിയൻ സാർ എന്ന് പറഞ്ഞ് വിളിക്കാൻ കേട്ടോ. എന്താ നീ വിളിച്ചത്?
പ്രിയൻ സാറോ? അതെന്താ നീ അങ്ങനെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ അങ്ങനെ വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ലേ? എങ്കിലെന്നാൽ പ്രിയൻ ചേട്ടാ എന്ന് സൗസവും ജയന്തി ചേച്ചിയും വിളിക്കുന്നത് പോലെ ഞാൻ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പ്രിയന് ഒരുപാട് ഇഷ്ടമാവുക കേട്ടോ. അപ്പോൾ പ്രിയൻ ആ ഒരു ഇഷ്ടം മുഖത്ത് കാണിക്കാതെ ഗൗരവം നടിച്ചുകൊണ്ട് നിൽക്കണം. എന്നിട്ട് അധികമൊന്നും സംസാരിക്കാതെ പാർവതിയോട് ഒരു ഗൗരവം നടിച്ച് പ്രിയൻ അവിടെ നിന്ന് പോവാൻ കേട്ടോ. അപ്പോഴേക്ക് പാർവതി വിഷമത്തോട് കൂടിയിട്ട് പ്രിയനെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നോട് ക്ഷമിക്കില്ലേണാവോ, എന്നോട് ഇപ്പോഴും നല്ല ദേഷ്യമാണാവോ എന്നുള്ള ഭാവത്തിൽ. ഇപ്പോൾ പാർവതി വീണ്ടും പ്രിയൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, എനിക്ക് തനിച്ചൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രിയൻ പെട്ടെന്നങ്ങ് പേടിയുള്ളത് പോലെ അഭിനയിച്ചുകൊണ്ട് പറയും, തനിച്ച് സംസാരിക്കാനോ? ഞാനും നീയും തനിച്ച് സംസാരിക്കാനോ? എനിക്ക് ഒരു തവണ തന്നെ നിന്നോട് ഞാൻ തനിച്ച് സംസാരിച്ചതിന് എനിക്ക് നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തിനാണ് എന്നോട് തനിച്ച് സംസാരിക്കുന്നത്? ഞാനൊരു പാവമല്ലേ എന്ന് കവള് തടവിങ്ങൊണ്ട് പ്രിയൻ ചോദിക്കാട്ടോ. ഞാനൊന്നും നിന്റെ കൂടെ തനിച്ച് സംസാരിക്കാനില്ല. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ നിന്നോണ്ട് തന്നെ സംസാരിക്കാം. അതാണ് എനിക്കും നല്ലത്, നിനക്കും നല്ലത്. ഇനി നിന്റെ അടി വാങ്ങാനുള്ള കെൽപ്പൊന്നും എൻ്റെ ശരീരത്തിനില്ല എന്ന് കളിയാക്കിയ മട്ടിൽ പ്രിയൻ പറയുമ്പോൾ പാർവതിക്ക് അത് ഒരുപാട് വിഷമാവുക കേട്ടോ. അങ്ങനെ പാർവതി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ചെയ്തതും പറഞ്ഞതുമെല്ലാം എന്നോടിപ്പോൾ തിരിച്ചു പറയുകയാണോ? നിങ്ങൾ എന്നെ കരയിപ്പിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി അങ്ങ് കരയുന്ന സമയത്ത് പ്രിയന് പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോവാട്ടോ. അപ്പോൾ പ്രിയൻ പറയണ, അയ്യോ പാർവതി കരയല്ലേ, നീ തന്നെ സ്വയം കരഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ കാരണമാണ് കരഞ്ഞ് എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും എന്നെ കുറ്റപ്പെടുത്താനാണോ? ശരി, നീ ഇനി കരയണ്ട, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പ്രിയൻ ചോദിക്കുമ്പോൾ എനിക്ക് പ്രിയൻ ചേട്ടനോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് പാർവതി പ്രിയനെയും മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ ഒരുങ്ങണം.